ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്ത ആളുകൾ ചെറ്റകൾ അല്ലെ. നീ റിയാക്ഷൻ ചെയ്യുന്ന ആളുകളെ മുഴുവനും ചെറ്റകള്, മോശപ്പെട്ടവര്, കേസ് കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിരിക്കുന്നത്. ബാറുകളുടെ ഉദ്ഘാടന റാണിയും ബാറുകളുടെ ഡാൻസറും ബാറുകളുടെ സിംഗറും ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ താരവും എല്ലാ താരവുമായ രേണു സുധിയുടെ ഇൻസ്റ്റഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഞെക്കിപ്പൊട്ടിച്ചവരുടെ എണ്ണസംഖ്യ 762 ആയിരിക്കുകയാണ്. പൊന്നാര സുഹൃത്തുക്കളെ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. പൊന്നു മോളെ രേണു, നീ കുറെ ആയാലോ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട്. ഞാനൊന്നും നിന്നോട് ചോദിച്ചോട്ടെ, നിനക്ക് 10 പൈസ മാനോ 10 പൈസ ഉളുപ്പോ വല്ല ഉണ്ടായിരുന്നെങ്കിൽ നീ ഇമാതിരിയുള്ള വർത്താനം പറഞ്ഞിട്ട് വരില്ലായിരുന്നു. കാരണം എന്താണെന്നറിയോ, നിനക്കിപ്പോ പണത്തിന്റെ ഹൂങ്ക് തലക്കടിച്ച് കിടക്കുകയാണ്. നീ പഴയ രേണു എന്നല്ല, പണ്ടൊരു രേണു ഉണ്ടായിരുന്നു. അയ്യോ പാവം, സുധിച്ചേട്ടന്റെ സ്പ്രേക്ക് എന്താ നല്ല മണം. പിന്നെ പൈസ അങ്ങോട്ട് വന്നു തുടങ്ങിയപ്പോ സുധിച്ചേട്ടന്റെ സ്പ്രേ നാറിയ സ്പ്രേ ആയിട്ട് മാറി. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ലേ, അതെടുക്കാൻ വരെ നിന്റെ കണ്ടന്റിന് വേണ്ടി കാത്തിരിക്കണം. നീ ആരെ ഈ കേരളത്തിലുള്ള റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അരി മേടിക്കാൻ കാശിട്ട് കൊടുക്കുന്ന ആളാണോ നീ യൂട്യൂബിലും നീ ഈ സോഷ്യൽ മീഡിയയിലും കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ എടുത്തിട്ട് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്ന റിയാക്ഷൻ ചാനലുകാരെ നീ ഇങ്ങനെ തരന്നാന്ന രീതിയിൽ പറയാൻ നിനക്ക് ആരാടി ലൈസൻസ് തന്നത്? നീ ഈ ചാനൽ അടിച്ചു കളഞ്ഞാൽ എനിക്കൊരു കോപ്പുമില്ല. ഞാൻ പറയാനുള്ള കാര്യം പറയുകയെന്നെ ചെയ്യും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ചാനൽ നിങ്ങൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം രേണുവിന്റെ അഹങ്കാരം കുറയണം. പൈസയ്ക്ക് വേണ്ടിയിട്ട് നീ ഇങ്ങനെ കൈ നീട്ടി യാചിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പുസ്തകം മേടിക്കാൻ കാശില്ല, കൊട മേടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പും ഇല്ലാണ്ട്. എടീ, നീ ഒരു കാര്യം മനസ്സിലാക്കിയ, എത്രയോ ആളുകൾ, എത്രയോ ചേച്ചിമാര് വിധവകളായിട്ട് ഈ ലോകത്തുണ്ടെന്നറിയോ. അവരാരും നിന്നെ പോലെ എക്സ്ക്ലൂസീവ് ബട്ടൺ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണമെന്നില്ല. എത്രയോ ആൾക്കാര് വീടില്ല, കയറി കിടക്കാൻ ഒരു സ്ഥലമില്ല, മനസ്സിലാവണ്ട, അത്രയും ബുദ്ധിമുട്ടുന്ന അമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, ആൾക്കാരുണ്ട്. നിനക്ക് മാത്രം എന്താ ഇത്രയ്ക്ക് മാത്രം ഒരു കൊമ്പ് മുളച്ചിരിക്കുന്നത്? നിനക്ക് മാത്രം എന്താ? നിന്റെ അമ്മയും നിന്റെ അച്ഛനും ആൾക്കാരും ഈ എക്സ്ക്ലൂസീവ് രംഗങ്ങളൊന്നും അറിയണമെന്നില്ലേ? ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും മാത്രം മോശമായിട്ടുള്ള ഒരു രീതിയിൽ നീ ഇങ്ങനെ പോകുമ്പോ ഇൻസ്റ്റഗ്രാമിൽ നീ ചെയ്യുന്ന മോശം തന്നെയല്ലേ. നീ സുധിച്ചേട്ടനായിട്ട് ജീവിക്കുന്ന സമയത്ത് ഇമാതിരിയുള്ള പേക്കൂത്ത് നീ കാട്ടിയിട്ടുണ്ടോ? കാട്ടിയിട്ടില്ല. ഇപ്പോഴല്ലേ നിനക്ക് ഇവിടുന്ന് ധൈര്യം വന്നത്? അല്ലെ, നിനക്ക് ഇപ്പോഴല്ലേ ഈ ധൈര്യം വന്നത്? നിന്റെ മക്കൾ കണ്ടത് സഹിക്കോ? ഞാൻ അടിവരായിട്ട് പറഞ്ഞു തരാണ്, നിന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഈ സുധി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. കാരണം നീ ഇമാതിരിയുള്ള പേക്കൂത്തല്ല കാണിക്കണത്. ഇപ്പൊ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി പോവാത്രേ. നിന്റെ മുഖം മൂടി വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുമ്പോ നീ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അപ്പൊ നിന്നെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നിനക്ക് നെഗറ്റീവ് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. ഇപ്പൊ എന്താ ഇഷ്ടം പോയാ? ഇപ്പൊ നിനക്ക് പണം, ഇപ്പൊ നിനക്ക് മാസം കിട്ടുന്ന പണം കിട്ടില്ല എന്നുള്ള ഒരു തോന്നല്. കാരണം 762 സബ്സ്ക്രൈബേഴ്സ് പോരാ, ഇനിയും നിനക്ക് സബ്സ്ക്രൈബേഴ്സിന് വേണം. അതുകൊണ്ടാണ് നീ ഇപ്പൊ വന്നിട്ട് ഈ ചല എന്ന് വന്നിട്ട് ചലമ്പിക്കൊണ്ടേ ഇരിക്കുന്നത് അല്ലേ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കാം. നാണം ഉണ്ടോ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടെ തന്നെയാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ പബ്ലിക് ആയിട്ട് കാണുന്നത്. നീ സ്ക്രീൻഷോട്ട് എടുത്ത് നിന്റെ ഫോണിൽ വെച്ചോ. നീ പബ്ലിക് ആക്കുന്നത്? ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ വക ടീംസിനെ ഒന്നും പോയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യലേ. ഇപ്പോഴും കുറെ എണ്ണ ഈ രേണു സുധി എന്ന് പറഞ്ഞിട്ട് പൊക്കി പാടുന്ന ആൾക്കാരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ചെങ്കിലും ഉൾപ്പുണ്ടെങ്കിൽ എത്രയോ പാവങ്ങൾ, എത്രയോ കയറി കിടക്കുന്ന സ്ഥലമില്ലാതെ നടക്കുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബക്കാരെ നിങ്ങളെ കൊണ്ട് പറ്റിയെങ്കിൽ ഒന്ന് സഹായിക്കും. അത് വലിയൊരു പുണ്യമായിട്ട് മാറും ഈ പുണ്യകാലത്ത്. ഒന്ന് ചോദിച്ചോട്ടെ എന്റെ പൊന്നാര രേണു, നിന്റെ സ്വന്തം നിന്റെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിൽ പറഞ്ഞ മോനല്ലെങ്കിലും കിച്ചു എന്ന് പറയണ ആ ഒരു പയ്യനെ നീ മോനായിട്ടല്ലേ കരുതുന്നത്? അവൻ വളർന്നു വരികയല്ലേ, അവനൊക്കെ ഇത് കണ്ടോണ്ടിരിക്കല്ലേ പൊന്നാര മോളെ. ഈ എക്സ്ക്ലൂസീവ് ഇതൊക്കെ ഇടണത് നിനക്ക് അത്യാവശ്യം ഈ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ ചെയ്തിട്ടും ഈ ആൽബം ചെയ്തിട്ടും നല്ല രീതിയിൽ വരുമാനം നീ ഉണ്ടാക്കണല്ലോ. അതും പോരാഞ്ഞിട്ട് നീ UAE റാസൽ ഗെയിമിലും അവിടെ ഇടയ്ക്ക് പോയിട്ട് ബാർ ഉദ്ഘാടനം ചെയ്യണം കാര്യങ്ങളൊക്കെ ചെയ്യണില്ലേ, നല്ലൊരു വരുമാനം കിട്ടണില്ലേ. എന്നിട്ട് അതൊന്നും പോരാഞ്ഞിട്ടല്ലേ നീ ഫോട്ടോസുകളൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് ആ ഫോട്ടോസ് എടുത്തിട്ട് റിയാക്ട് ചെയ്യണം ഞങ്ങൾ ചെറ്റകള് അല്ലെ. ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്ത ആളുകൾ ചെറ്റകള് അല്ലെ. നീ റിയാക്ഷൻ ചെയ്യുന്ന ആളുകളെ മുഴുവനും ചെറ്റകള്, മോശപ്പെട്ടവര്, കേസ് കൊടുക്കുമ്പോ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിരിക്കുന്നത്.
നീ ആരാന്ന് എന്റെ വിചാരം. ഞാൻ ഇട്ട് തരുന്നില്ലേ, ഞാൻ നിങ്ങൾക്കുള്ളത് ഇട്ട് തരില്ല. അത് പോരാഞ്ഞിട്ടാണോ? അപ്പൊ ഇവളാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കണത്. നായ്ക്കൾക്ക് ബിസ്ക്കറ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കണ മാതിരി നീ ഇങ്ങനെ ഇട്ട് തരാണ്. തിന്നോ എടി, ഞങ്ങൾ ഇട്ട് തന്ന ബിസ്ക്കറ്റാണ് നീ തിന്നിട്ട് ഇപ്പൊ അവിടെ നിൽക്കണത്. ഈ റിയാക്ഷൻ ചാനലുകാർ മുഴുവനും എടുത്ത് റിയാക്ട് ചെയ്ത എന്റെ ബലത്തിലാടി രേണു സുധി എന്ന് പറയുന്ന പേര് ഇപ്പോഴും ഇങ്ങനെ ഓരോരോ കോപ്രായം കാട്ടിയിട്ട് നടക്കണത്. ഞങ്ങൾ ഈ റിയാക്ഷൻ ചാനലുകാർ നിന്ന് കഴിഞ്ഞാൽ നീ അവിടെ നിന്നു. നിന്റെ കുന്തത്തിലെ വീഡിയോക്കൊന്നും ഇതില്ല, മനസ്സിലാവണ്ട. നിന്റെ വീഡിയോസ് ഒന്നും വലിയ രീതിയിൽ പ്രസക്തി ഇല്ല. പക്ഷെ റിയാക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ വീഡിയോസുകളും ആ ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളൊക്കെ പോയിട്ട് കണ്ടോണ്ടിരിക്കുന്നത്. അത് നീ മനസ്സിലാക്കിക്കോ. നിന്റെ വലിയ കോണാധികാരം കൊണ്ട് വന്നിരിക്കുന്നത്. നിന്നെ 4 പറയണമെന്ന് കുറെ ആയിട്ട് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. കുറച്ചെങ്കിലും മനുഷ്യ പരിഗണന ആ മക്കൾക്ക് നീ കൊടുക്ക്. അത്ര എനിക്ക് പറയാനുള്ളൂ. നിന്റെ അമ്മയ്ക്കും നിന്റെ അച്ഛനൊന്നും ഉള്ളി തട്ടിയിട്ട് നിന്റെ ഈ കോപ്രായത്തരങ്ങൾ ഇഷ്ടാവില്ല. ഒരച്ഛനും അമ്മയ്ക്ക് ഇഷ്ടാവില്ല. ഒരാളെടുത്തൊന്ന് റിയാക്ട് ചെയ്ത ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് വെച്ചാലാണ് പുള്ളിക്കാർ ഉറഞ്ഞു തുള്ളിയിട്ട് വരുന്നത്. കാരണം എന്താ, ഈ 768 എന്നുള്ളത് ഇനി കുറയുമെന്ന് പുള്ളിക്കാർക്ക് മനസ്സിലായി. ഇനി അത് കുറയും, അല്ലെങ്കിൽ ഇനി ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യില്ല. എന്റെ എക്സ്ക്ലൂസീവ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലീക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാം? അപ്പൊ എനിക്ക് മാസം കിട്ടുന്ന വരുമാനം നിലയ്ക്കൂലോ എന്നുള്ള ആദ്യമാണ് പുള്ളിക്കാർക്ക്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയോ ഈ കപട മുഖം ഇപ്പൊ പൊളിഞ്ഞു ചാടിയില്ലേ? എന്തായിരുന്നു? അയ്യോ, എനിക്ക് നെഗറ്റീവ് കമന്റ് കിട്ടിയില്ലെങ്കിൽ ഞാനിങ്ങനെ ഒലിക്കും. എനിക്ക് നെഗറ്റീവ് കമന്റ് വേണം. നെഗറ്റീവ് കമന്റ് ഉണ്ടോ നീ അങ്ങനെ നോക്കും. അയ്യോ, നെഗറ്റീവ് കമന്റ് ഇല്ലേ, എനിക്ക് നെഗറ്റീവ് 4 കമന്റെങ്കിലും നെഗറ്റീവ് ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പും. ആ ആളെന്താ ഇപ്പൊ കടന്നിട്ട് കാണാന്ന് പറയണത്? മനുഷ്യനാവ് രേണു, ആദ്യം മനുഷ്യനാവ്. എന്നിട്ട് നീ മറ്റുള്ളവർക്കെതിരെ കുറ്റം പറയാൻ വേണ്ടിട്ട് പോവാ. എന്നിട്ട് നീ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടിട്ട് പോവാ. ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്റെ ഈ ഫോട്ടോസും കാര്യങ്ങളും മറ്റേതും മറിച്ചതും എല്ലാ ഒരു കണക്കെടുത്തിട്ട് ഇങ്ങനെ പറയുമ്പോ നിനക്ക് തന്നെയല്ല അവിടെ നാണക്കേട് വരുന്നത്. നീ മുമ്പ് അതുലിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. എന്തുണ്ടായത്? ആ പോലീസ് സ്റ്റേഷന് മുന്നിൽ നീ കരഞ്ഞൊലിച്ചു വരേണ്ട അവസ്ഥ വന്നു അല്ലേ? കരഞ്ഞൊലിച്ചു പോയി. ഇപ്പൊ നീ അതുലിനെ നാറി തെണ്ടി എരപ്പ എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള വർത്താനാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നീയും അവനും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അവൻ നിന്നെ തെണ്ടിന്ന് നാറിന്നൊന്നും വിളിച്ചിട്ടൊന്നും ഇല്ലല്ലോ. എടാ പരദൂഷണമ്മ അതുലേ, നീ സബ്സ്ക്രൈബ് ചെയ്തല്ലേ എടാ കൊച്ചു കള്ള. നീ എന്നാണോ സബ്സ്ക്രൈബ് ചെയ്തത്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കണ്ണാടി വെച്ച് മുറിക്കാത്തിരുന്ന് കുണാന്ന് പറഞ്ഞ എന്നെ പറ്റി അപവാദം ആലോചിച്ചോ പറയാനല്ലേടാ നീ സബ്സ്ക്രൈബ് ചെയ്ത കള്ളത്തെണ്ടി. നീ എന്നെ എന്തൊക്കെയാടാ വിളിക്കുന്നത്? അപ്പൊ നിന്നെ ഞാൻ അങ്ങനെ വിളിച്ചത് എന്റെ വായിന്ന് നീ കേട്ടത് നിന്റെ പൂർവ്വകാല സുഹൃത്തം അത് നീ കരുതിക്കോ. അതുലെ, നീ വീട്ടിലിരുന്നുകൊണ്ട് കഥകൾ അടച്ചിരുന്നുകൊണ്ട് കണ്ണാടി വെച്ചോണ്ട് കുണാന്ന് പറഞ്ഞ മറ്റുള്ളവരുടെ കുറ്റം, രേണുസുധിന്റെ കുറ്റം ഏറ്റവും കൂടുതൽ പറയാനല്ലേ നിനക്ക് അറിയത്തുള്ളൂ. മോനെ, നീ പുറത്ത് വന്ന് കളിക്കണം. നേർക്ക് നേരെ നീ ആണാണെങ്കിൽ എന്റെ നേർക്ക് നേരെ വന്നിട്ട് ഈ കുറ്റം പറയണം. അവൻ അവന്റേതായ രീതിയിൽ റിയാക്ട് ചെയ്യണത് അത് ആ പുള്ളിക്കാരന്റെ രീതിയാണ്. നീ എന്താ ചെയ്യണത്? ഈ അതുലു എന്ന് പറയുന്ന പുള്ളിക്കാരനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നീയൊക്കെ ഇത്രയും മാത്രം വളർന്നത്, നിന്നൊക്കെ റിയാക്ട് ചെയ്തത്. ഞാനും നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നീ ബിഗ് ബോസിൽ കയറി പോണാട്ടി മുന്നേ ഞാൻ നല്ല രീതിയിൽ വലിച്ചു കയറി ഭിത്തിയിൽ ഓടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ നീ തന്നെ ആവും എന്റെ ചാനലും അടിച്ചു കളഞ്ഞിട്ടുണ്ടാവുക. നിനക്കൊക്കെ ചാനൽ അടിച്ചു കളയാനല്ലേ പറ്റത്തുള്ളൂ. നേർക്ക് നിന്നിട്ട് 4 വർത്താനം നിനക്ക് പറയാൻ വേണ്ടി പറ്റുമോ? നിനക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. വേറൊരു പെണ്ണ് എന്തോ ഒരു അബോഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതിനെതിരെ വാതുറക്കാൻ നിനക്ക് എന്താ അണ്ണാക്കിൽ നാക്കില്ലേ? നിനക്ക് അതിന് മറുപടി പറയാൻ പറ്റിയൊന്നുമില്ലേ? അപ്പൊ നിന്നെ കുറിച്ച് നല്ല രീതിയിൽ കുറ്റം പറയുന്ന ആൾക്കാർക്കെതിരെ ഒന്നും നിനക്ക് പറയാനില്ല. ആരെങ്കിലും എടുത്തിട്ട് നിന്നെ ഒന്ന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് നീ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അല്ലെ? എന്താ പൊന്നു മോളെ രേണു, നന്നായി കൂടെ. ഓ കഷ്ടം. നിന്റെ ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളും നിനക്ക് അഭിനയിക്കാൻ അറിയോ? ഒരു 10 വയസ്സുള്ള അഭിനയം, മുഖത്തൊരു നവരസം എന്ന് പറയുന്ന സാധനം വരത്തില്ല. ഇരുട്ടായി തുടങ്ങി സുഹൃത്തുക്കളെ. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് 4 വർത്താനം പറയണം തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.